നമസ്കാരം, ഞാൻ വീണ എസ് പിള്ളയാണ്. ഞാനിപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ കൊണ്ടും രേണു കാരണം ഉണ്ടായ എനിക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടും ഞാനിപ്പോൾ ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിൽ, കൊല്ലം പോലീസ് സ്റ്റേഷനിൽ രേണുവിനെതിരെ ഒരു പരാതിയുമായിട്ട് നിൽക്കുവാണ്. കൊല്ലം സുധിയുടെ രണ്ടാമത്തെ ഭാര്യയായിട്ടുള്ള വീണ രേണു സുധിക്കെതിരെ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുകയാണ്. കൊല്ലം ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിലാണ് രേണു സുധിക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുന്നത്. എന്തിനാണ് കംപ്ലൈൻറ്റ് കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയ വഴി ഈ പറയുന്ന വീണയെ മോശക്കാരിയായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിച്ചു, അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് കേസ് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ പറയുന്ന രേണു സുധി നിരന്തരമായിട്ട് ഓരോ ഇൻ്റർവ്യൂസ് കൊടുക്കുന്നുണ്ടല്ലോ, ആ ഇൻ്റർവ്യൂവിനകത്ത് മുഴുവനും കൊല്ലം സുധിക്ക് അങ്ങനെ ഒരു ഭാര്യയില്ല, അങ്ങനെ ഒരു ഭാര്യയുള്ള വിവരം ഈ പറയുന്ന രേണു സുധിക്ക് അറിയത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഇവർ സോഷ്യൽ മീഡിയ വഴി ഒരുപാട് അവരെ പേഴ്സണലി ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് എന്ന തരത്തിലൊക്കെയാണ് വീണ സംസാരിക്കുന്നത്. ഓക്കെ, എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് വീണ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ആ ഒരു വീഡിയോ കാണാം. നമസ്കാരം, ഞാൻ വീണ എസ് പിള്ളയാണ്. ഞാനിപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ കൊണ്ടും രേണു കാരണം ഉണ്ടായ എനിക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടും ഞാനിപ്പോൾ ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിൽ, കൊല്ലം പോലീസ് സ്റ്റേഷനിൽ രേണുവിനെതിരെ ഒരു പരാതിയുമായിട്ട് നിൽക്കുവാണ്. ഇത് അതിൻ്റെ റെസിപ്റ്റാണ്. അവിടെ ഞാൻ സുധിയുടെ വൈഫല്ലായിരുന്നു, ഞാൻ കള്ളത്തരം പറയുകയാണ്, പല ചാനലിലും വലിച്ചേറി ഒട്ടിച്ചൂടെ, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാനൊരു കംപ്ലൈൻറ്റ് കൊടുത്തു. അപ്പോൾ ഇതായിരുന്നു ആ ഒരു വീഡിയോ. അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് ഇതാണ് രേണുവിൻ്റെ പേരിൽ കംപ്ലൈൻറ്റ് കൊടുത്തു എന്നൊക്കെ. എന്ത് കാരണത്തിലാണെന്ന് വീണ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ആ ഒരു വോയിസ് കേൾക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. രേണു സുധിയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവരുടെ കുടുംബസമേതം അതുലിൻ്റെ പേര് കൊണ്ടുവന്നിട്ട് ഒരു വ്യാജ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. ആ വ്യാജ പരാതിയുടെ പേരിൽ പോലീസുകാർ കേസ് എടുത്തിട്ടില്ലായിരുന്നു. കാര്യം പോലീസുകാർക്ക് അത് കണ്ടപ്പോഴത്തേക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് ഒഫൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്ന്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസുകാർ കേസ് എടുക്കാഞ്ഞത്. അപ്പോൾ ഇത് പറഞ്ഞാൽ മനസ്സിലാവാത്ത കുറച്ച് ആൾക്കാരുണ്ട്. ഇപ്പോൾ രേണു സുധിയെ ചുറ്റിപ്പറ്റിയിട്ട് ഒരുപാട് സപ്പോർട്ടേഴ്സ് ഇറങ്ങിയിരിക്കുവാണ്. അതായത് രേണുവിനെ മനഃപൂർവ്വം നമ്മൾ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന തരത്തിലൊക്കെയാണ് ആൾക്കാർ വന്നിരുന്ന് പറയണത്. നമ്മളെവിടെയാണ് അവർ ജീവിക്കേണ്ടതെന്ന് പറഞ്ഞത്? എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ല അവർ നമ്മുടെ നാടിന് തന്നെ ശാപമാണ്, അവർ ജീവിക്കരുത് എന്നെങ്കിലും പറഞ്ഞിട്ടില്ല. അവർ വഴിനീളെ ഇതുപോലെ കൊണ്ടുവന്ന് ഇൻ്റർവ്യൂ കൊടുക്കുക, ഓരോ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കുക, അതിനെ പറ്റിയിട്ടാണ് നമ്മളെല്ലാവരും വന്നിരുന്ന് എതിർത്ത് സംസാരിച്ചിട്ടുള്ളത്. അല്ലാതെ രേണുവിൻ്റെ വേഷവിധാനത്തെ പറ്റിയിട്ടോ അല്ലെങ്കിൽ രേണു അഭിനയിക്കുന്ന ആൽബത്തെ പറ്റിയിട്ടോ ഒന്നും മോശമായിട്ട് ഞാനൊന്നും വന്ന് എവിടെയും സംസാരിച്ചിട്ടില്ല. അവർ അഭിനയം കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എന്ന തരത്തിലൊക്കെ നമ്മളൊക്കെ സംസാരിച്ചിട്ടുള്ളൂ. രേണുവിൻ്റെ ഒരു കൂട്ടുകാരി കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതുലിനെതിരെ. അതായത് രേണുവിൻ്റെ സഹോദരി അതുൽ വ്ളോഗ്സിൻ്റെ ഫോണിൽ വിളിച്ചിട്ടേ ഇല്ല, മനഃപൂർവ്വം അതുൽ അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയതാണ്, അതായത് ഒരു സ്ത്രീയെ പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നിരുന്ന് അപമാനിച്ചതാണ് എന്ന തരത്തിലൊക്കെയാണ് രേണുവിൻ്റെ കൂട്ടുകാരിയൊക്കെ വന്നിരുന്ന് വീഡിയോ ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. എത്രത്തോളം തോന്നിവാസമാണ് ഇവരിങ്ങനെ ചെയ്യുമ്പം രേണുവിൻ്റെ സഹോദരിക്കല്ലേ ഇതൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നത്. അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടല്ലേ അപ്പോൾ അവർ ആ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അതുപോലെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ഇവർക്ക് ആർക്കും ഇല്ലെന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് വലിയ അതിശയം തോന്നുന്നത്. എന്തായാലും ആദ്യമേ നമുക്ക് വീണയുടെ വോയിസ് കേൾക്കാം, അതിനുശേഷം രേണുവിൻ്റെ കൂട്ടുകാരി പറയുന്ന കുറച്ച് കാര്യങ്ങളും കേൾക്കാം. നമസ്കാരം, ഞാൻ വീണ എസ് പിള്ളയാണ്. ഞാൻ സുധിയുടെ വൈഫ്, ഇപ്പം നിലവിലുള്ള വൈഫ് രേണുവിനെതിരെ ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിൽ എനിക്കൊരു കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടതായിട്ട് വന്നു. കാരണം എന്തെന്ന് വെച്ചാൽ, എന്നെപ്പോലൊരു സ്ത്രീയാണ് അവളും എന്ന് കരുതിയിട്ട് ഞാൻ വേണ്ട വേണ്ട എന്ന രീതിയിൽ ഒതുങ്ങിക്കൂടി നിൽക്കുമായിരുന്നു. അപ്പോൾ പല മീഡിയകൾക്ക് മുന്നിലും പല ആൾക്കാർക്ക് മുന്നിലും വീണ്ടും വീണ്ടും എന്നെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കത് ബുദ്ധിമുട്ടായതിനാൽ ഞാൻ നിയമപരമായിട്ട് മുന്നോട്ട് പോകാം, നിയമപരമായിട്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുമായി ഞാൻ ചർച്ച ചെയ്തപ്പോൾ നീ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുക എന്നാണ് അവരെനിക്ക് തന്ന ഒരു മറുപടി. അപ്പം ഞാനും കരുതി, എൻ്റെ ഫാമിലിയായിട്ട് ആലോചിച്ചു. അപ്പോൾ ശരി, ഞാനും കരുതി ഇനി എനിക്ക് സോഷ്യൽ മീഡിയയിൽ കിടന്ന് അടികൂടാൻ താല്പര്യമില്ലാത്തതിനാലും അതുപോലെ പിന്നെ ഇൻ്റർവ്യൂസുകൾ കൊടുക്കുക, പിന്നെ മറ്റുള്ളവർക്ക് മോശമായിട്ട് ബിഹേവ് ചെയ്യുക, പിന്നെ ഇൻ്റർവ്യൂസിൽ കയറി ഇരുന്നിട്ട് എന്തുവാ നിങ്ങൾക്ക് വലിച്ചു കയറി ഒട്ടിക്കാൻ പാടില്ലേ, എനിക്ക് സുധിച്ചേട്ടനിൽ അവർക്ക് കൊച്ചുങ്ങളൊന്നും ഇല്ലല്ലോ, എനിക്കാണ് കൊച്ചുങ്ങളുള്ളത്, അത് കൊച്ചുങ്ങൾ ആർക്ക് വേണേലും ഉണ്ടാവും, അതിന് വലിയ പാടൊന്നുമില്ല. പിന്നെ ഇങ്ങനത്തെ ഭയങ്കരമായിട്ടും അപമര്യാദയായിട്ട് ഇൻ്റർവ്യൂസിൽ പറയുക. അപ്പം എനിക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാതിരിക്കാൻ പറ്റിയില്ല, ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്തു. ബാക്കി അവർ നോക്കിക്കോളും, ഇനി എന്ത് കാര്യങ്ങളാണെങ്കിലും അവർ നോക്കിക്കോളും. പിന്നെ ഇതിനകത്ത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് അവർ കംപ്ലൈൻറ്റ് സ്വീകരിച്ചത്. ഓക്കെ, അപ്പം ഇതാണ് വീണയുടെ ഭാഗത്തു നിന്നുള്ളൊരു എക്സ്പ്ലനേഷൻ. എന്തായാലും പോലീസുകാർ ഈ ഒരു കേസ് തീർച്ചയായിട്ടും അന്വേഷിക്കുമായിരിക്കും. ഈ പറയുന്ന രേണുവിനെ വിളിച്ച് വരുത്തിക്കുമായിരിക്കും പോലീസ് സ്റ്റേഷനിൽ. എന്തായാലും നമുക്ക് അതിനെ പറ്റിയിട്ട് ഇനി കണ്ടറിയാം എന്ത് നടക്കുമെന്ന്.
ഈ പോലീസ് സ്റ്റേഷനിലെ കാര്യം പറയുമ്പോഴത്തേക്ക് എനിക്ക് ഓർമ്മ വരുന്നൊരു കാര്യമുണ്ട്. എന്തിനാണ് ശരിക്കും പറഞ്ഞാൽ ഈ തൃക്കോണിത്താനം എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് പോലീസ് സ്റ്റേഷനിൽ ഇവർ മീഡിയാസുകാരെ വിളിച്ച് വരുത്തിയെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. പോലീസ് സ്റ്റേഷനിലൊക്കെയാണോ ഇവർ മീഡിയാസുകാരെയും വിളിച്ചുകൊണ്ട് പോകുന്നത്? അത് തന്നെ തെറ്റല്ലേ? പോലീസുകാർ അത് കാണുമ്പോഴത്തേക്ക് അവർക്ക് വീണ്ടും അത് ദേഷ്യം കൂടത്തല്ല ഉള്ളോ? ഇവർ ആ ഒരു സാമാന്യ മര്യാദ പോലും ഇവർ കാണിച്ചിട്ടില്ലായിരുന്നു. നിങ്ങൾ ആരും അതിനെ പറ്റിയിട്ട് പറയുന്നില്ല. ഇവിടെ രേണുവിൻ്റെ സപ്പോർട്ടേഴ്സായിട്ട് ഒരുപാട് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് നമ്മളെയൊക്കെ വന്നിരുന്ന് തെറി വിളിക്കാനായിട്ട്. അപ്പം നിങ്ങളെല്ലാവരും ചിന്തിച്ച് നോക്കേണ്ട ഒരു കാര്യമുണ്ട്. പോലീസ് സ്റ്റേഷനിൽ മീഡിയാസുകാരെ വിളിച്ചുകൊണ്ട് അവിടെ കയറി ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും പോലീസുകാർ റിയാക്ട് ചെയ്യുന്നതെന്ന് ചുമ്മാ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. എന്തായാലും ഇത്രയൊക്കെയാണ് സംഭവങ്ങൾ. രേണു ഇനി പരാതി കൊടുക്കുമ്പോഴത്തേക്ക് ആലോചിക്കുക. രേണുവിനെതിരെയും പരാതി കൊടുക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. മനസ്സിലായോ? രേണുവിൻ്റെ വായിൽ നിന്ന് വീണ പല വാക്കുകളും വെച്ചിട്ട് പലർക്കും പല രീതിയിൽ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം കംപ്ലൈൻറ്റ് എന്ന് പറയുന്നൊരു സാധനം നിങ്ങൾക്ക് മാത്രമല്ല, ഇവിടെ പലർക്കും പറ്റും. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഇതൊക്കെ. ഇനി കഴിഞ്ഞ ദിവസം രേണുവിൻ്റെ കൂട്ടുകാരി വന്നിരുന്ന് ഘോരഘോരം സംസാരിച്ച കുറച്ച് കാര്യങ്ങൾ കേട്ടല്ലോ. ഇതിനെതിരെയാണ് രേണു സുധിയും ചേച്ചിയും പരാതി കൊണ്ട് കൊടുത്തത്. അതായത് രേണു സുധിയുടെ ചേച്ചി ഇവനുമായിട്ട് ചാറ്റ് ചെയ്യുമായിരുന്നു, ഇവന് വീഡിയോ കോൾ വിളിക്കുമായിരുന്നു, ഇവന് മെസ്സേജ് അയക്കുമായിരുന്നു എന്നൊക്കെയാണ് ഇവൻ ആ വീഡിയോയിൽ വ്യക്തമായിട്ട് അവൻ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ ഒരു സംഭവം അവരുടെ ലൈഫിലേ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതിൽ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ചാറ്റ് ഉൾപ്പെടെയാണ് എടുത്തു വെച്ച് കാണിച്ചത്. നിങ്ങളത് കണ്ടിട്ടുണ്ടായിരുന്നോ എന്ന് എനിക്കറിയത്തില്ല. അവൻ വ്യക്തമായിട്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് ആ ഒരു പ്രൊഫൈൽ ഉൾപ്പെടെ എല്ലാം അവൻ്റെ കയ്യിൽ കിടപ്പുണ്ട്. അങ്ങനെ ഒരു സാധനം ഇല്ലെങ്കിൽ ഒരു കാരണവശാലും ആ ഒരു ചാറ്റ് അവിടെ വരില്ല. അവന് വെറുതെ വ്യാജമായിട്ട് അത് ഉണ്ടാക്കിയിട്ട് അവനൊന്നും നേടാനില്ല. പ്രത്യേകിച്ച് രേണുവിൻ്റെ സഹോദരിയൊക്കെ ഈ ഒരു വിഷയത്തിനകത്തോട്ട് എന്തിനാണ് അവൻ വലിച്ചിടുന്നത്? അവന് തലയ്ക്ക് സുഖമില്ലേ? എൻ്റെ അറിവിൽ ഒരു മനുഷ്യരും രേണു സുധിയുടെ പെങ്ങളുടെ വീഡിയോ എടുത്തു വെച്ചിട്ട് റിയാക്ട് ചെയ്തിട്ടില്ല. ഒരു മനുഷ്യരും അവരെ പറ്റിയിട്ട് മോശമായിട്ട് പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് അവർ ഈ പറയുന്ന അതുലിൻ്റെ പേര് കൊണ്ടുവന്ന് കംപ്ലൈൻറ്റ് കൊടുത്തതെന്ന് ഇപ്പോഴും ആർക്കും അറിയത്തില്ല. അതായത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും എൻ്റെ ഫോണിൽ നിന്ന് ഒരു മെസ്സേജ് വേറൊരുത്തിന് ചെന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെതിരെ സംസാരിക്കാൻ പേടിക്കും. പക്ഷേ ഇവരുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം ഈ അതിലെന്ന് പറയുന്ന വ്യക്തിക്ക് ഇങ്ങനെ ഒരു ചാറ്റോ ഇങ്ങനെ ഒരു വീഡിയോ കോളോ ആ ചേച്ചി വിളിച്ചിട്ടില്ലെന്നുള്ളത് 100% സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഒരു പെണ്ണ് അവനെ വീഡിയോ കോൾ വിളിച്ച് അവനോട് ചാറ്റുന്നു എന്നൊക്കെ പറയുന്നത് ഒരു പെണ്ണിനെ ആക്ഷേപിക്കുന്നതിന് തുല്യം തന്നെയാണ്. നിങ്ങളാണ് ഇവിടെ ആ ഒരു സ്ത്രീയെ ആക്ഷേപിക്കുന്നത്, അല്ലാതെ ഇവിടെ വേറെ ആരുമല്ല. അവൻ്റെ ഫോണിനകത്ത് അവർ അങ്ങോട്ട് അയച്ച മെസ്സേജാണ്. മേ ബി ഈ പറയുന്ന വീഡിയോ കോൾ അവർ ചിലപ്പം കൈതട്ടി എങ്ങനെ പോയതായിരിക്കാം. അല്ലെങ്കിൽ മേ ബി ഇനി അവരുടെ പിള്ളേരുടെ കൈ കൊണ്ട് ഇനി കൈതട്ടി പോയോ എന്നൊന്നും അറിയാൻ പറ്റത്തില്ല. ഇവിടെ അവൻ്റെ വീഡിയോയ്ക്കകത്ത് ആ ഒരു സ്ത്രീയെ ഒരു രീതിയിൽ അപമാനിച്ചിട്ടില്ല. അപ്പം നിങ്ങൾ ചുമ്മാതെ കാര്യം അറിയാതെ വന്നിരുന്നിട്ട് ആ ഒരു സ്ത്രീക്ക് വീണ്ടും നിങ്ങളല്ലേ മോശപ്പേരുണ്ടാക്കി കൊടുക്കുന്നത്? ഇവിടെ വേറെ ആരെങ്കിലും ആണോ? നിങ്ങളാണ് ആ ഒരു സ്ത്രീയെ ഇപ്പം വന്ന് പബ്ലിക്കിൻ്റെ മുന്നിൽ അപമാനിക്കുന്നത്. നിങ്ങൾ തന്നെ ഈ ഒരു വീഡിയോ ഒന്നും കൂടി എടുത്ത് വെച്ച് കാണും. അപ്പം നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അതിനെതിരെ കേസ് കൊടുക്കുക ഇവിടെയുള്ള എല്ലാ സ്ത്രീകൾക്കും അവകാശമുണ്ട്, അധികാരമുണ്ട്. അപ്പോൾ ഈ ഒരു കേസ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഇവരെയും വിളിപ്പിച്ച് അവനെയും വിളിപ്പിച്ച്. പക്ഷേ ആ സമയത്ത് അവൻ അവിടെ ചെന്നില്ല. പോലീസുകാർ പറഞ്ഞ മറുപടി എന്താ? ഇവനെ വിളിപ്പിച്ചപ്പോൾ ഇവൻ കുറേ രേഖകൾ നിരത്തി അതെല്ലാം സത്യമാണെന്നവർക്ക് ബോധ്യമായതുകൊണ്ട് ഈ കേസിന് വാല്യൂ ഇല്ലെന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ് ചെയ്തത്. ഉള്ള കാര്യമല്ലേ ഇത്? കാര്യം ആ ഒരു ചാറ്റ് ഉള്ളതാണെന്ന് പോലീസുകാർക്ക് കാണുമ്പോഴത്തേക്ക് തന്നെ മനസ്സിലാവത്തില്ലേ? അവൻ്റെ ഫോണിൽ അങ്ങോട്ട് ചെന്നൊരു മെസ്സേജാണത്. അവനെന്തിനാ അത് കള്ളത്തരം പറയേണ്ട കാര്യം? ഇവിടെ കേരള പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വെറുതെ അല്ല. ഇവിടെ അത് മാത്രമല്ല, നമ്മുടെ സൈബർ സെക്യൂരിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ കിടിലമാണ്. അതിനെപ്പറ്റിയൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ച് നോക്കിയാൽ മതി. അപ്പം ഈ ഒരു മെസ്സേജും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അവർക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. കേട്ടല്ലേ? അതുകൊണ്ട് സ്വന്തമായിട്ട് പല്ലേ കുത്തി വീണ്ടും നാണം കെടാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതെവിടുത്തെ ന്യായമാണ്? ഞാനാണ് പരാതി കൊടുത്തതെങ്കിൽ അവൻ കൊണ്ടുവരുന്ന തെളിവുകൾ എനിക്ക് കാണണം. ഞാൻ പറഞ്ഞതിന് കഴമ്പുണ്ടോയെന്ന് അവൻ്റെ മുന്നിൽ വെച്ച് പോലീസുകാർ തെളിയിക്കുകയും വേണം. ഇത് അങ്ങനെയുള്ള ഒരു സീനും അവിടെ ഉണ്ടാവാതെ ചെല്ലുന്ന ഉടനെ ഇവരെ അപമാനിച്ചിറക്കി വിടുകയാണ് ചെയ്തത്. പക്ഷേ അതുകൊണ്ട് വേറൊരു നേട്ടം ഉണ്ടായത് എന്താന്ന് വെച്ചാൽ അങ്ങനെ ഒരു അപമാനം അവിടെ കിട്ടിയത് കൊണ്ട് ഇപ്പോഴത്തേനേക്കാൾ കൂടുതൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ, അതായത് ജാമ്യം പോലും ഇല്ലാത്ത വകുപ്പിൽ അവനെ കൊടുക്കാനുള്ള കേസ് അവൾ കൊടുത്തു കഴിഞ്ഞു. കൊടുക്കേണ്ടവർക്ക്, അതായത് മുകളിൽ കൊടുക്കേണ്ടവർക്ക് അവർ കൊടുത്തു കഴിഞ്ഞു. ജാമ്യം പോലും കിട്ടാത്ത വകുപ്പിലൊക്കെ അവൻ്റെ പേര് കേസ് കൊടുത്തിട്ട് എന്തോ നേടാനാ? അതൊക്കെ ഒരു ഭയങ്കര കോമഡി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാര്യം ജാമ്യം കിട്ടാത്ത വകുപ്പിൽ അവൻ എന്ത് തെറ്റാണ് ചെയ്തത്? അവൻ എന്തെങ്കിലും അസഭ്യമായിട്ട് വന്നിരുന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അവൻ ഒരു സ്ത്രീയെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന രീതിയിൽ ഏതെങ്കിലും രീതിയിലുള്ള ആക്ടിവിറ്റീസ് അവൻ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഈ കേസും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയാവുന്നവരടുത്തൊന്ന് ചോദിച്ച് മനസ്സിലാക്കിയാൽ വളരെ നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ ഒരു വീഡിയോ ഏറ്റുപിടിച്ചിട്ട് കുറേ ആൾക്കാർ വന്ന് നമ്മുടെയൊക്കെ വീഡിയോയുടെ താഴെ വന്നിരുന്ന് കമൻ്റ് ഇടുന്നുണ്ട്.
അതായത് ഒരു ബോധവും വിവരവും ഇല്ലാത്ത കുറച്ച് ആൾക്കാർ. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, രേണു എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മുടെ സമൂഹത്തിൽ ജീവിക്കാനുള്ള എല്ലാ അവകാശങ്ങളും അവർക്കുണ്ട്. അവർ നമ്മുടെ നാട്ടിൽ ജീവിക്കാനേ പാടില്ല. അവരെപ്പോഴും വെള്ളയും ഡ്രസ്സ് ഇട്ടിട്ട് വീട്ടിൽ ഇരിക്കണം, എപ്പോഴും സുധിയുടെ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കണം എന്നൊന്നും ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. ഓക്കെ, അവർ സോഷ്യൽ മീഡിയ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ, നെഗറ്റീവ് പബ്ലിസിറ്റി പറ്റിയിട്ടാണ് നമ്മളെല്ലാവരും എടുത്തു വെച്ച് സംസാരിച്ചിട്ടുള്ളത്. അത് ആദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നന്നായിരിക്കും. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.